ടോട്ടൽ 29 പേരെ ജോയിൻ ചെയ്തേക്കണേന്ന് തോന്നുന്നു. ഇപ്പൊ 34 സാറേ. 34 ഇപ്പൊ 34. അപ്പൊ സാറിന് ജോയിൻ ചെയ്ത് നമുക്ക് തുടങ്ങാം സാറേ. ഓക്കെ. സോ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേയുടെ എല്ലാ വിഷസും. IQSC MES ടി.ഒ. അബ്ദുള്ള മെമ്മോറിയൽ കോളേജ് നടത്തുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനൗൺസ് ചെയ്ത ശേഷം നമുക്ക് 88 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് ഫസ്റ്റ് റൗണ്ട് രാവിലെ 10 മണിക്ക് നടത്തി. അതിൽ 68 പേര് നമുക്ക് റെസ്പോണ്ട് ചെയ്തു. അതിൽ 2 പേർക്ക് 36 പോയിന്റും ഒരാൾക്ക് 28 പോയിന്റ് ആയിരുന്നു. ബാക്കി 4 പേർക്ക് ഈക്വൽ പോയിന്റ് ആയിരുന്നു. നമ്മൾ അവന് ടൈ ബ്രേക്കറിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് റൗണ്ട് ക്വസ്റ്റ്യനർ കൊടുത്തു. അതിനകത്ത് ചൂസ് ചെയ്തിട്ടുള്ള 3 പേരും പഴയ 2 പേരും അങ്ങനെയുള്ള 5 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ ഈ റൗണ്ടിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓഡിയോ വിഷ്വൽ റൗണ്ട് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതൊരു ഓൺലൈൻ ഗൂഗിൾ മീറ്റിൻ്റെയും ഒപ്പം തന്നെ ബാക്കിയുള്ള പല ഡിഫറെൻറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ എല്ലാവരെയും ഈ കോമ്പറ്റീഷനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ സാറിനെ ക്ഷണിക്കുന്നു. Good morning, everyone. All of you are welcome to this quiz program. I am so happy to see you joining together here. It gives me great pleasure to welcome you all to this online quiz competition organized by our college today for our students. I would like to take this opportunity to extend a warm welcome to our beloved principal, Dr. Shaji sir. Next, I welcome our college management committee secretary and correspondent Janab Nawaz Abdullah sir, Vice Principal Vinay Kumar sir, HOD of Commerce Mrs. Ronnie Rose, Department of Computer Application Head Mrs. Sina Molane, Management Head Mrs. Asha NK, our Staff Secretary Prida PK, IQSC Coordinator Mr. Tojin Jos, our Quiz Master Mr. Pranav Prakash, Screening Mr. Jitin Kumar PK, Scoreboard Miss Nehla, and all other teachers of our college. And finally, I welcome my dear students. I convey my independence wishes to all, and I hope our program will be great and successful. Have a good time. Thank you. Tojin. Now I invite Nawaz Abdullah sir for inaugurating the quiz competition. Sir, please. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്നിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ക്വിസ് കോമ്പറ്റീഷൻ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഉള്ള കോവിഡ് കാലത്ത് നടക്കുന്ന ഈ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവട്ടെ എന്ന് കരുതുന്നു. ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. I invite our principal, Dr. Shaji sir, for giving message for the independence. Okay. Good morning to everyone. First of all, I'm happy to greet you the 74th Independence Day of our nation. ഈ ക്വിസില് പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമേ സ്വാഗതം. ഇതിന്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതിൽ 5 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 5 പേർക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഈ അവസരത്തിൽ ഇപ്പം നമ്മൾ വളരെ ലൈറ്റാണ്. ഈ അവസരത്തിൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പരിപാടി നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാം ഇങ്ങനെയുള്ള കോളേജുകളിൽ സാധാരണ നടത്താറുള്ള പരിപാടികൾ ഓൺലൈനിൽ ആദ്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതൊരു വിജയമാകട്ടെ.
ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് നടത്താൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ത്യയുടെ ഈ 74ാമത്തെ സ്വതന്ത്ര ദിന ദിവസം വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു കോവിഡ് നമുക്കൊരു ഇന്ത്യക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു സമാധാനം തന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥ, ആ കോവിഡ് തുടങ്ങുന്ന ഡിസംബർ ജാനുവരികളില് നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷനും CAA ബില്ലുകളെല്ലാം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ്. അത് തുടർന്നിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ കുറച്ചും കൂടി മോശമാകുമായിരുന്നു. അത് ഇല്ലാതെയാക്കിയത് തടഞ്ഞു വെച്ചത് കോവിഡാണ്. പക്ഷെ എന്നാൽ കോവിഡ് വേറൊരു മഹാമാരിയാണ് എന്ന് നമുക്കറിയാം. അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാറിക്കഴിഞ്ഞ് നമ്മുടെ രാജ്യം ശാന്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശാന്തമാകാനുള്ള ശാന്തമാക്കേണ്ടവരതിന് ഉള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. Thank you, sir. Now I invite Rasina Mol to introduce the participants. Thank you, Tojin sir. Respected Principal Dr. Shaji sir, our Secretary and Correspondent Nawaz sir, Vice Principal Vinayan sir, Program Coordinators Tojin sir, Shifa sir, Jidin sir, and all my dear teachers and my dear students. Today, first of all, I want to congratulate all the participants and the winners of this first round. And my duty is to introduce the participants of this round competition. First, I want to introduce the team P1. P1 is Ashina CS of 5th semester BCA. Second participant P2, that is Alia Mol of 3rd sem BCom Tax. Third participant P3, Mahida Lakshmi MS of 5th sem BBA. Fourth participant P4, Fayaz P Sakir of 3rd sem BBA. And last participant P5 is Gogul Krishna R of 3rd sem BSc Psychology. Okay, all the very best for the participants. Thank you, sir. Okay, thank you, Miss. Now I invite Mr. Pranav Prakash as a quiz master and also to Negla as the scoreboard in charge. Welcome, Pranav sir. Thank you, Tojin sir. പാർട്ടിസിപ്പൻസ് എല്ലാവരും എനിക്ക് തോന്നുന്നു വീഡിയോ ഓൺ ചെയ്യട്ടെ അല്ലേ? ഓക്കെ, എല്ലാ പാർട്ടിസിപ്പൻസും ഈ 5 പാർട്ടിസിപ്പൻസും അവരുടെ വീഡിയോ ഓൺ ചെയ്യുക. ക്വിസ് മാസ്റ്ററും പാർട്ടിസിപ്പൻസും മാത്രം വീഡിയോ ഓൺ ചെയ്താൽ മതിയോ? മതി. ഓഡിയോ എന്തായാലും മ്യൂട്ടായിരിക്കണം. ബാക്കിയുള്ളവരുടെ ഓഡിയോ എന്തായാലും മ്യൂട്ടായിരിക്കണം. Okay, Tojin sir, slide please. Sir, rules പറ. Okay. എല്ലാവരും ഞാൻ ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നമുക്ക് ഈ ക്വിസിന്റെ റൂൾസിലേക്ക് കിടക്കാം. ക്വിസ് ഇപ്പോൾ ഒരു ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 5 ലെവലുകളായിട്ടാണ് തിരിച്ചേണേ. 5 റൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ഓരോ റൗണ്ട്സിലും 5 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാകും. അതിൽ ഓരോ ക്വസ്റ്റ്യനും 10 പോയിന്റ്സ് വെച്ചായിരിക്കും അവാർഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്സ് ഉണ്ടാവില്ല. അപ്പൊ 5 റൗണ്ട്സ് ഉണ്ട്. ഓരോ റൗണ്ട്സിലും 5 ക്വസ്റ്റ്യൻ വീതമായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 10 പോയിന്റ് വെച്ചായിരിക്കും അവാർഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. പിന്നെ ഫസ്റ്റ് ആൻസർ ആയിരിക്കും കൺസിഡർ ചെയ്യുക റൈറ്റ് ആൻസർ. നിങ്ങളുടെ ആൻസർ ഏതാണ് ഫസ്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത് അതായിരിക്കും ഞങ്ങൾ കൺസിഡർ ചെയ്യുക. പിന്നെ അത് മാറ്റി പറഞ്ഞാൽ അത് കൺസിഡർ ചെയ്യില്ല. പിന്നെ ഒരു ആൻസർ പറയാൻ 30 സെക്കൻഡാണ് ടൈം അനുവദിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഒന്ന് പറയട്ടെ, അവിടെ ആ കാണിച്ച സ്ലൈഡില് 20 മാർക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ടോജിൻ സാറേ, ടോജിൻ സാർ, 20 പോയിന്റ്സ് ആണോ 10 പോയിന്റ്സ് ആണോ? 10 ആക്കി. ഓക്കെ,
അപ്പൊ 10 പോയിന്റ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ അവാർഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാനുള്ള ടൈം പ്രൊവൈഡ് ചെയ്യുന്നത് 30 സെക്കൻഡ്സ് ആണ്. നിങ്ങൾ പറയുന്ന ഫസ്റ്റ് ആൻസർ അതാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുക. പിന്നെ പറയുന്ന ആൻസറുകൾ ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല. പിന്നെ ഫൈനൽ ഡിസിഷൻ ക്വിസ് മാസ്റ്റർ എടുക്കുന്നതായിരിക്കും. അതിലൊരു തർക്കവും പാടില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. പാർട്ടിസിപ്പൻസ് എല്ലാം റെഡി ആണെന്നൊന്ന് ഉറപ്പാക്കും സാറേ. ഓക്കെ, പാർട്ടിസിപ്പൻസ് എല്ലാവരും ഉറപ്പാക്കും. പാർട്ടിസിപ്പൻസിന്റെ പേര് വിളിക്കാം. അവര് അപ്പൊ റെഡി ആണെങ്കിൽ ഓക്കെ പറയണം. ഫസ്റ്റ് പാർട്ടിസിപ്പൻസ് അഷിന CS. സെക്കൻഡ് പാർട്ടിസിപ്പന്റ് ആലിയ മോൾ. തേർഡ് പാർട്ടിസിപ്പന്റ് മഹിത ലക്ഷ്മി. ഫോർത്ത് പാർട്ടിസിപ്പന്റ് ഫയാസ് പി സക്കീർ. ഫൈനൽ പാർട്ടിസിപ്പന്റ് ഗോകുൽ കൃഷ്ണ. റെഡിയാണ് സാർ. ഓക്കെ, എല്ലാ പാർട്ടിസിപ്പൻസിനും വിജയാശംസകൾ. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ, പാർട്ടിസിപ്പൻസ് ഒന്ന് വീഡിയോ ഒന്ന് എല്ലാവരും ഓൺ ചെയ്തേ. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ വീഡിയോ ഓൺ ചെയ്യാനായിട്ട്. എല്ലാവരും ഓൺ ചെയ്യുക കേട്ടോ. ഞാൻ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ടാന്ന് അറിയില്ല. ഇന്റർഫിയർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളൊന്ന് എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ ഇനി ഓഫ് ചെയ്യരുത് കേട്ടോ. ഓക്കെ സാർ ഫസ്റ്റ് ആളുടെ പേര് വിളിച്ചോ. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഫസ്റ്റ് ചോദ്യം പാർട്ടിസിപ്പന്റ് നമ്പർ 1 അഷിനയുടെയാണ്. അഷിന മൈക്ക് ഓൺ ചെയ്തോളൂ. നെഹ്ല മിസ് ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് അഷിനിയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അഷിന. Okay, first question. Which aerospace company has completed delivering first 5 Rafale fighter jets to the Indian Air Force? Question ഒന്നുകൂടെ repeat ചെയ്യാം. Which aerospace company has completed delivering 5 Rafale fighter jets to the Indian Air Force? Options. Option A Airbus, option B Boeing, option C Dassault Aviation, option D SpaceX. മലയാളത്തിൽ ഒന്ന് പറയാം. ഏത് കമ്പനിയാണ് 5 റാഫേൽ ഫൈറ്റർ ജെറ്റ്? ഓപ്ഷൻ എ എയർബസ്, ഓപ്ഷൻ ബി ബോയിങ്, ഓപ്ഷൻ സി ഡസൾട്ട് ഏവിയേഷൻ, ഓപ്ഷൻ ഡി സ്പേസ് എക്സ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 30 സെക്കൻഡ്സ് ആണ് ഉള്ളത്. Sir, option D, SpaceX. Toyin sir, answer please. Okay, wrong answer ആണ്. Dassault Aviation ആണ് right answer. Nehla miss. Yes sir. Okay, wrong answer ആണ്. 0 points ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലിയ മോൾ. അഷ്ന മൈക്ക് ഓഫ് ചെയ്തോളൂ. ആലിയ മോൾ. ആലിയ മോൾ വീഡിയോ ഓൺ ചെയ്യൂ, മൈക്ക് ഓൺ ചെയ്യൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ ആലിയ? ഓക്കെ. Jagatpur has become India's first municipal corporation to provide forest land rights certificate to people of urban area. It is located in which state? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ. Jagatpur has become India's first municipal corporation to provide forest land rights certificates to people of urban area. It is located in which state? Options. Option A Jharkhand, option B Odisha, option C Chhattisgarh, option D Bihar. Your time start now. Option B Bihar. Option D Bihar ആണോ മാർക്ക് ചെയ്തത്? sir. Okay. Tojin sir, answer please. Nehla miss, please note.
റോങ് ആൻസർ ആണ്. 0 പോയിന്റ്സ് ആണ്. Okay, sir. ഓക്കെ. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് മഹിത ലക്ഷ്മി. മഹിത ലക്ഷ്മി. മഹിത ലക്ഷ്മി. Present, sir. മൈക്ക് ഓൺ ചെയ്യുക, വീഡിയോ ഓൺ ചെയ്യുക. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. Which ministry was renamed as Ministry of Education recently? Question ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Which ministry was renamed as Ministry of Education recently? Option A, Human Resource Development Ministry. Option B, Sports Ministry. Option C, Skill Development and Entrepreneurship Ministry. Option D, Cultural Ministry. Option C, Skill Development and Entrepreneurship Ministry. Okay, option C ആണ് മാർക്ക് ചെയ്തത്. ടോയിൻ സർ ആൻസർ പ്ലീസ്. റോങ് ആൻസർ ആണ്. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. റോങ് ആൻസർ ആണ്. ഓക്കെ, നെഹ്ല മിസ് മാർക്ക് ചെയ്തോ? Yes, sir. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഫയാസ് പി സക്കീർ. പ്ലീസ് സ്വിച്ച് ഓൺ മൈക്ക്. ഫവാസ്. ഓക്കെ, റെഡി അല്ലേ ഫവാസ്? ഫയാസ് റെഡിയാണ് സാർ. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. PM Narendra inaugurated submarine optical fiber cable on August 10, 2020. Under the project, 2,300 kilometer long cable will connect which union territory with Chennai? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Prime Minister Narendra Modi inaugurated submarine optical fiber cable on August 10, 2020. Under the project, 2,300 kilometer long cable will connect which union territory with Chennai? Options: Andaman Nicobar Islands. Option B. Option B, Puducherry. മാർക്ക് ചെയ്തോ? ഓപ്ഷൻസ് ഫുള്ള് പറയേണ്ട ആവശ്യം. ഓപ്ഷൻ ബി പുതുച്ചേരി മാർക്ക് ചെയ്തോ? ചെയ്തു. ഓക്കെ, ടോയിൻ സാർ ആൻസർ പ്ലീസ്. റോങ് ആൻസർ ആണ്. ഓപ്ഷൻ എ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് റൈറ്റ് ആൻസർ. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. Yes, sir. Noted. റോങ് ആൻസർ ആണ്. അപ്പൊ 0 മാർക്ക്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഗോകുൽ കൃഷ്ണ. റെഡി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The World Sanskrit Day 2020 was celebrated on. The World Sanskrit Day 2020 was celebrated on. Options: 30th May, 3rd August, 1st September, 28th June. 3rd August. Toin sir, answer please. It's the right answer. Nehla miss, please not. Yes, sir. 10 points goes to Gokul Krishna. Okay, Gokul mute ചെയ്തോളൂ ഓഡിയോ. അങ്ങനെ റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നെഹ്ല മിസ് സ്കോർ പ്ലീസ്. Yes, sir. ബോർഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഒന്ന് ഞാൻ പറയാം. അശ്വിന CS 0 points, Alia Mol 0 points, Mahida Lashmi MS 0 points, Fayaz P Sakir 0 points, Gokul Krishna R 10 points. Okay. Round 2 ലേക്ക് കിടക്കാണ്. സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ് ടോപ്പിക്. റൗണ്ട് 2 സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആലിയ മോൾ ആണ്. ആലിയ മോൾ. sir. അലിയ മോൾ ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യൂ. ഓണാണ് സാറേ.
ചെയ്തിട്ടുണ്ട് സാറേ. Okay. Questions. Which nation will host ICC Men's 2020 World Cup 2021? Question ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. Which nation will host ICC Men's 2020 World Cup 2021? Options: Australia, India, England, Sri Lanka. Options ഒന്നുകൂടി പറയാം. Australia, India, England, Sri Lanka. Your time start now. Answer പറഞ്ഞോളൂ. India. Option? Audio clear ആയില്ല. Sir, India. India, okay. Tojin sir, please. Okay, right answer. Nehlamis? Option B. Okay, Yes, sir. right answer ആണ്. ആലിയമോളിന് 10 points അവാർഡ് ചെയ്യാം. ഓക്കെ, ആലിയമോൾ മ്യൂട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹിതാലക്ഷ്മി MS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹിതാലക്ഷ്മി MS. മൈക്ക് ഓൺ ചെയ്യുക. ഓക്കെ. Which country is going to host the 13th edition of Indian Premier League IPL 2020? Which country is going to host the 30th edition of Indian Premier League IPL 2020? Options: South Africa, Australia, United Arab Emirates, New Zealand. Your time starts now. Option B, Australia. Okay, option B, Australia. Tojin sir, answer please. Wrong answer ആണ് United Arab Emirates. UAE ആണ് answer. Nehlamis, please note. Wrong answer ആണ് 0 points. Yes, sir. Okay. Next question. Fayaz P. Sakir. Okay, next question. The first cricket World Cup that India won was called. Question ഒന്നടി. The first cricket World Cup that India won was called. Option A, Presidential World Cup. Option B, Prudential World Cup. Option C, Prime Minister's World Cup. Option D, none of the above. Your time starts now. Fayaz. ആൻസർ പറയൂ. സാറേ ക്വസ്റ്റ്യൻ പറയൂ. The first cricket World Cup that India won was called. അതായത് ഇന്ത്യ ഫസ്റ്റ് വേൾഡ് കപ്പ് വിൻ ചെയ്ത വേൾഡ് കപ്പിന്റെ പേരെന്തായിരുന്നു? പ്രസിഡൻഷ്യൽ വേൾഡ് കപ്പ്, പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ്, പ്രൈം മിനിസ്റ്റേഴ്സ് വേൾഡ് കപ്പ്, നൺ ഓഫ് ദി അബവ്. നൺ ഓഫ് ദി അബവ്. ടോയിൻ സാർ പ്ലീസ്. റോങ് ആൻസർ ആണ്. പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് എന്നായിരുന്നു അതിന്റെ പേര്. നെഹ്ലാമിസ് പ്ലീസ് നോട്ട്. Okay, sir. 0 marks. Next question. Gokul Krishna. sir. Gokul Krishna. Okay, next question. The first Indian to get individual Olympics medal in 2 different editions of Olympics game. The first Indian to get individual Olympic medal in 2 different editions of Olympic Games. Option A, Abhinav Bindra. Option B, Vijayendra Kumar. Option C, Vijay Kumar. Option D, Sushil Kumar. Option A, Abhinav Bindra. Tojin sir, answer please. Wrong answer ആണ്. Sushil Kumar ആണ് right answer.
നെഹ്ലാമിസ് പ്ലീസ് നോട്ട്. റോങ് ആൻസർ ആണ്, 0 മാർക്സ്. നെഹ്ലാമിസ് ഒരു മിനിറ്റ് ജിതിൻ, ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞു സാറേ. പറഞ്ഞു സാറേ. അൺആൻസേർഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഓഡിയൻസിന് കൊടുക്കുന്നില്ല? അത് ബുദ്ധിമുട്ടാണോ? പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യോ? അത് ഓഡിയൻസിന് കൊടുത്ത മൈക്ക് ഒരാളല്ലല്ലോ ഓപ്പൺ ആക്കണേ, അപ്പൊ ഡിസ്റ്റർബൻസ് ആവും. ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അശ്വിന CS. Next question, Ashina CS. Okay. Who is the Sports Minister of India? Who is the Sports Minister of India? Option A, Kiren Rijiju. Option B, Rajyavardhan Singh Rathore. Option C, R.E. Grant Govan. Option D, Sardar Surjit Singh. Answer please. Option A, Kiren Rijiju. Tojin sir, please. Okay, right answer, option A, Kiren Rijiju. Nehlamis, please note. Okay, sir. 10 points. Score please. Okay, second round കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ ഞാൻ ഒന്ന് വായിക്കാം. അഷിന CS 10 points, ആലിയാമോൾ 10 points, മഹിതാലക്ഷ്മി MS 0 point, ഫയാസ് P സക്കീർ 0 point, ഗോകുൽ കൃഷ്ണ R 10 points. നെക്സ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. റൗണ്ട് 3, മഹാത്മാഗാന്ധി. അടുത്ത റൗണ്ടാണ്, മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഹിതാലക്ഷ്മി MS. മഹിതാലക്ഷ്മി MS. മഹിതാലക്ഷ്മി MS. മഹിതാലക്ഷ്മി MS. മൈക്ക് ഓൺ ചെയ്യൂ. ഓണാണ് സാർ, ഓണാണ്. ഓക്കെ. First question, when did the Gandhiji started Sabarmati Ashramam? When did Gandhiji start the Sabarmati Ashramam? Option A, 1914. Option B, 1915. Option C, 1916. Option D, 1917. Your time start now. Answer please. Sir, option C, 1960. Tojin sir, answer please. Right answer. Nehlamis, please note. 10 Yes, points. Next question, Fayaz P Sakir. Fayaz ready അല്ലേ? റെഡിയാണ്. ഫയസ് വീഡിയോ ഓൺ ചെയ്തേ. ഹലോ, Fayaz video on ചെയ്ത്. Okay. When did Mahatma Gandhi found the All India Harijan Samaj? When did Mahatma Gandhi found the All India Harijan Samaj? Option A, 1931. Option B, 1932. Option C, 1933. Option D, 1934.
ആൻസർ പ്ലീസ്. ടൈം കൗണ്ട് ചെയ്യുന്ന കൗണ്ട് ചെയ്യുന്നു സാർ. 1932. ടോജിൻ സാർ, റൈറ്റ് ആൻസർ. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. Okay. 10 points. ഒരു ഇൻഫർമേഷൻ പറഞ്ഞോട്ടെ. സ്റ്റുഡൻസ് ഒരു കാരണവശാലും വീഡിയോ ഓഫ് ആക്കരുത്. ഇപ്പൊ ഫയർസിന്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ വേറെ ടാബ് എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഈ ബാക്കിലോട്ട് പോകുന്നത്. സോ ഒരു കാരണവശാലും വീഡിയോ ഓഫ് ആക്കരുത്. ഓഫ് ആക്കാതെ തന്നെ ലൈവായിട്ട് തന്നെ സംസാരിക്കും. ഓക്കെ, എന്തായാലും മനസ്സിലായി. പക്ഷെ എന്തായാലും വീഡിയോ ഓഫ് ആക്കരുത്. കാരണം മാനിപ്പുലേഷനായിട്ട് കൺസിഡർ ചെയ്യും കേട്ടോ. ഒരു കാരണവശാലും വീഡിയോ ഓഫ് ആക്കരുത്. പാർട്ടിസിപ്പൻസ് ആരും തന്നെ വീഡിയോ ഓഫ് ആക്കരുത്. മൈക്ക് മാത്രം അൺമ്യൂട്ട് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക, ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത് ഗോകുൽ കൃഷ്ണ. Okay, sir. Which movement marked Gandhiji's entry into national politics? Which movement marked Gandhiji's entry into national politics? Champaran movement, Chaura Chaura movement, Dandi March, Quit India movement. Champaran. Option A, Champaran. Okay. So, sir, answer please. Right answer ആണ്. Nehla miss, please note. Okay, sir. 10 points. Okay, Nehla miss. Okay, sir. Okay. Next, Ashina CS. Ashina CS. Ready അല്ലേ? Question ചോദിച്ചോട്ടെ. Okay. Which country planned to issue coin in honor of Mahatma Gandhi to mark 150th birth anniversary? Options: Spain, Germany, South Africa, United Kingdom. Ashina, camera. Answer please. South Africa. Wrong answer ആണ്. United Kingdom ആണ് right answer. Nehla miss, please note 0 points. Okay, sir. Okay. Next, Alia Moore. Alia Moore. sir. Okay. Ready അല്ലേ? കേൾക്കുന്നുണ്ട്. Question: Which year onwards Gandhi Jayanti is celebrated as International Non-Violence Day? Which year onwards Gandhi Jayanti is celebrated as International Non-Violence Day? 2004, 2005, 2006, 2007. Option B, 2005. To answer please. Wrong answer ആണ്. 2007 ആണ് answer. Nehla miss, please note 0 points. Okay, sir. Score please. Score വന്നിട്ടുണ്ട്, വായിക്കാം. Ashina CS 10 points, Alia Moore 10 points, Mahita Lashmi 10 points, Fayaz P. Sakir 10 points, Gogul Krishna are 20 points. Round 4ലേക്ക് കടക്കുകയാണ്. നാഷണലിസം ടോപ്പിക് നാഷണലിസം ആണ്. ഫസ്റ്റ് ഫയാസ് പി സക്കീർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് ഓപ്ഷൻ ഇല്ല. ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ആൻഡ് ബെർത്ത് ഓഫ് ട്രൈക്കളർ. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിന്റെ ലെങ്തിന്റെയും ബ്രെത്തിന്റെയും റേഷ്യോ എത്രയാണ്? ഫയാസ് പി സക്കീർ,
ക്യാമറ ഓഫ് ചെയ്യരുത്. ഇല്ല ഓക്കെ ചെയ്തിട്ടില്ല. ആൻസർ പ്ലീസ്. ടൈം ഈസ് അപ്പ്. ആൻസർ പ്ലീസ്. പാസ്. ഓക്കെ, ടോയിൻ സാർ ആൻസർ ഇല്ല. ആൻസർ 3:2 ആണ്. ഓക്കെ, 3:2. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. Okay, sir. 0 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോകുൽ കൃഷ്ണ. ഗോകുൽ കൃഷ്ണ, സാറേ. the national river animal of India. The national river animal of India. ബ്ലൂ വെയിറ്റ്. റോങ് ആൻസർ ആണ്. ആൻസർ പ്ലീസ്. റിവർ ഡോൾഫിൻ ആണ്. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. Okay. 0 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഷിന CS. ക്യൂൻ ഓഫ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട്. ക്യൂൻ ഓഫ് ഫ്രൂട്ട്, പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. Mango. ആൻസർ പ്ലീസ്. Mango. മാംഗോ. ടോയിൻ സാർ ആൻസർ മാംഗോസ്റ്റൻ ആണ്. ഓക്കെ, കിങ് ഓഫ് ഫ്രൂട്ട് ആണ് മാംഗോ. പഴങ്ങളുടെ രാജാവാണ് മാംഗോ. പഴങ്ങളുടെ രാജ്ഞി മാംഗോസ്റ്റിൻ. നെഹ്ല മിസ്. നെഹ്ല മിസ്. Yes, sir. 0 Yes, sir. Yes, sir. Not. 0 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലിയ മോൾ. ആലിയ മോൾ. സാർ പറഞ്ഞോളൂ. ഓക്കെ. വന്ദേ മാതരം വാസ് ഓതേർഡ് ബൈ. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ടോയിൻ സാർ ആൻസർ പ്ലീസ്. റൈറ്റ് ആൻസർ ആണ്. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. 10 points. Okay, sir. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹിത ലക്ഷ്മി. മഹിത ലക്ഷ്മി. Yes, sir. റെഡി അല്ലേ? The road through which the Republic Day parade takes place in New Delhi. The road through which the Republic Day parade takes place in New Delhi. Answer please. Answer please. Time is up. ആൻസർ ഉണ്ടോ? രാജ്പത്. അല്ല, രാജ്പത്ത് എന്ന് കാണിച്ചു ഇടയില് ആൻസർ വന്നു. ഇല്ല, ആൻസർ വന്നേക്കെ കുട്ടി പറഞ്ഞു. ഇല്ല സാർ, അതിന് മുന്നായിട്ട് കാണിച്ച പോലെ തോന്നിയായിരുന്നു. സാറെ കാണിച്ചായിരുന്നു, മുമ്പ് കാണിച്ചായിരുന്നോ? ഓക്കെ ഓക്കെ. ടോയിൻ സാറെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണോ? ആ സാർ വേറെ ചോദിച്ചോ. ഈ സ്ലൈഡിൽ ഉണ്ടോ? നമ്മുടെ സ്ലൈഡിൽ വേറെ കിടക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, സാർ ചോദിച്ചോ. സ്ലൈഡ് വേണമെന്നില്ല, ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ സാറേ. ഓക്കെ ഓക്കെ, ഒരു എക്സ്ട്രാ ചാൻസ് കൊടുക്കാം. ഓക്കെ. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സ്ഥലത്താണ് നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഈ സർ 4th ഇൻഡിപെൻഡൻസ് ഡേക്ക് അല്ലേ? ആ,
ആൻസർ ഉണ്ടോ? ആൻസർ പറ, സ്റ്റേൺ ആയിട്ട് പറ. ഓക്കെ, ആൻസർ റൈറ്റ് ആണ്. നെഹ്ല മിസ് Yes, sir. Noted. നോട്ട് 10 മാർക്സ്. ഓക്കെ, റൗണ്ട് 4 completed. Marks please. Ashina CS 10 marks, Aliamol 20 marks, Mahita Lashmi MS 20 marks, Fayaz P Sakir 10 marks, Gokul Krishna R 20 marks. ഇനി ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. ഫൈനൽ റൗണ്ട് മോണിമെന്റ്സ് ആണ്. കുറച്ച് പിക്ചേഴ്സ് ഇടും, അതായത് മോണിമെന്റ്സ് അല്ല, പിക്ചേഴ്സ് ഇടും. ആ പിക്ചർ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മോണിമെന്റ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ. അതായത് കുറച്ച് പിക്ചറുകൾ ഇടും. ആ പിക്ചറുകൾ ചിലപ്പോൾ വ്യക്തികളാവാം, അല്ലെങ്കിൽ ഒരു മോണിമെന്റ്സ് ആവാം. അത് അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോകുൽ കൃഷ്ണ. ഗോകുൽ കൃഷ്ണ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ആരുടെയാണ്? പേരറിയില്ല. RIP ഗവർണർ അല്ലേ റിസർവ് ബാങ്കിന്റെ? RBI ഗവർണർ ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. നെഹ്ല മിസ്, Okay, sir. പകുതി മാർക്ക് 5 points. Okay. RBI ഗവർണറുടെ പേര് ശക്തികാന്ത ദാസ്. ഓക്കെ സർ. നെക്സ്റ്റ് അഷിന CS. ടോയിൻ സാർ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പിക്ചറിൽ കാണുന്ന മോണിമെന്റ് ഏതാണ്? അഷിന CS, ആൻസർ പ്ലീസ്. അറിയില്ല. ടോയിൻ സാർ, ബേക്കൽ ഫോർട്ട് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലിയ മോൾ. സർ. ഈ ഡിസ്പ്ലേ കാണുന്ന പിക്ചർ ഏതാണ്? ഏത് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. രാജ്ഭവൻ. രാജ്ഭവനാണോ സാർ? ടോയിൻ സാർ, ആൻസർ പ്ലീസ്. രാഷ്ട്രപതി ഭവനാണ്. നെഹ്ല മിസ്, പ്ലീസ് നോട്ട്. Sir, wrong answer അല്ലേ? അടുത്തത് മഹിത ലക്ഷ്മി MS. മഹിത ലക്ഷ്മി MS. വന്നിട്ടുണ്ട് സാർ, വന്നിട്ടുണ്ട്. ഓക്കെ. ടോയിൻ സാർ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഡിസ്പ്ലേയിൽ കാണുന്ന ചിത്രം ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക. അയോധ്യയിലെ രാമക്ഷേത്രം. ആൻസർ ഫസ്റ്റ് ഇതായിട്ട് കൺസിഡർ ചെയ്യും. പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്രമാണോ ഇയാൾ പറഞ്ഞത്? അല്ല, അയോധ്യയാണെന്ന് തോന്നുന്നു. അയോധ്യ. ടോയിൻ സാർ, ആൻസർ പ്ലീസ്. ഹംപിയാണ്. ഇയാള് 50 നോട്ട് ഇട്ടിട്ടുണ്ടോ പുതിയ? അതിലുള്ള ചിത്രമാണ്. നെഹ്ല മിസ്, പ്ലീസ് നോട്ട്. 0 മാർക്സ്. Okay. നെക്സ്റ്റ് ഫയാസ്. സാർ. ചിത്രത്തിൽ കാണുന്നത് എന്താന്ന് പറയാ? ആ ബിൽഡിംഗ് ഏതാന്ന് പറയാ? പാർലമെന്റ്. ഏത് പാർലമെന്റാന്ന് പറയണം.
ലോക്സഭ. ലോക്സഭ എന്നാണോ ഇയാൾ പറഞ്ഞത്? ടോജിൻ സാർ ആൻസർ പ്ലീസ്. രാജ്യസഭയാണ് മോനെ, പാർലമെന്റ് തന്നെയാണ്. പാർലമെന്റിന് 2 സഭകളുണ്ട്, ഇന്ന് ലോക്സഭ, രാജ്യസഭ. അതിലെ രാജ്യസഭയാണ് നമ്മൾ കാണിച്ചത്. നെഹ്ലാമിസേ. ഓക്കെ സാറേ, നോട്ട് ചെയ്തുണ്ട്. ഓക്കെ, നെഹ്ലാമിസേ. നെഹ്ലാമിസ്. യെസ് സർ. ഓക്കെ, നോട്ടല്ലേ? നോട്ട് ചെയ്തില്ലേ? ഓക്കെ. 5 റൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മാർക്സ് അനൗൺസ് ചെയ്യാണ്. ഫൈനൽ സ്കോർ: അഷിന CS 10 മാർക്സ്, ആലിയമോൾ 20 മാർക്സ്, മഹിതാലക്ഷ്മി 20 മാർക്സ്, ഫയാസ് P സക്കീർ 10 മാർക്സ്, ഗോകുൽ കൃഷ്ണ R 25 മാർക്സ്. The winner is Gogul Krishna R. Congratulations, Mr. Gogul Krishna. Thank you. ടോയിൻ സാറേ. പാർട്ടിസിപ്പൻസ് ആരും ലീവ് ചെയ്യരുത് കേട്ടോ. ടോയിൻ സാർ. So, congratulations winners. Now I invite Mr. Jitin Kumar sir for delivering the vote of thanks. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ 74ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ MES കോളേജും IQAC കൂടി അനുവദിച്ച ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത്. 80ഓളം സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് 5 സ്റ്റുഡൻസ് സ്ക്രീൻ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടായ വിഷ്വൽ റൗണ്ടിലോട്ട് കടക്കുകയും ആ പ്രൊസീജിയറാണ് ഇവിടെ കഴിഞ്ഞത്. ഇതിൽ നിന്റെ കർത്തവ്യത്തിലോട്ട് കിടക്കട്ടെ. ഇതിൽ ആദ്യമായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി നവാസ് അബ്ദുള്ള സാറിന് കോളേജിന്റെ പേരിലും സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ദിനത്തിൽ നമുക്കൊരു സന്ദേശം നൽകിയ നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പൽ ഷാജി സാറിനും ഈ ഒരു ദിനത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ടോജിൻ സാർ, ഷിഫ സാർ, നഹലാമിസ് ആൻഡ് നമ്മുടെ പ്രണവ് സാർ, ക്യൂസ് മാസ്റ്റർ ആയിട്ടുള്ള പ്രണവ് സാർ, എല്ലാവർക്കും ഒരു ഒറ്റ സ്വരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് മോറോവർ നമ്മളിതിലെ എല്ലാ സപ്പോർട്ടുകളും തന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ വിനയൻ സാർ, ഓൾ HODs, ടീച്ചേഴ്സ്, ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് എല്ലാത്തിനും ഉപരി നമ്മുടെ ഇതിൽ ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആൻഡ് പാർട്ടിസിപ്പൻസ്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഒറ്റ സ്വരത്തിൽ നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ ഇതിൽ വിജയിച്ച സ്റ്റുഡൻസ് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം. ഇതിൽ വിജയിച്ച സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഗോകുലിന് ഹാർദവമായ അഭിനന്ദനങ്ങൾ. തുടർന്നും ഇതുപോലുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും ഇതുപോലുള്ള പരിപാടികൾ കണ്ടു ഞങ്ങൾ പ്രചോദനമായി തീർന്ന നമ്മുടെ സ്റ്റുഡൻസ്, ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ടോജിൻ സാറേ. ഒരു നിമിഷം. ഹലോ. പറഞ്ഞു സാറേ. അതിലെ ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ, സെക്കൻഡും ഇല്ല? സെക്കൻഡ് പ്രൈസ് 2 പേർക്കുണ്ടല്ലോ. 2 പേരുണ്ട്. അപ്പൊ അതില് 2 പേർക്ക് സെക്കൻഡ് പ്രൈസ് ആണോ? 3 പേർക്ക് സാറേ, 3 പേർക്ക് ഈക്വൽ പോയിന്റ് ഉണ്ട്. 3 പേർക്ക് സെക്കൻഡ് വരും. അപ്പൊ അവർക്ക് സെയിം എമൗണ്ട് ഡിവൈഡ് കൊടുത്താൽ പോരെ? 3 പേർക്ക് സെക്കൻഡ് വരും അല്ലേ? അങ്ങനെ വരുമ്പോ ടൈ വരുമ്പോ നമുക്ക് എങ്ങനെ നിങ്ങളുടെ തീരുമാനം? ഫർദർ റൗണ്ട്സ് വേണമെങ്കിൽ നടത്താം, ഇല്ലെങ്കിൽ നമുക്ക് സെയിം എമൗണ്ട് ഡിവൈഡ് കൊടുക്കാം. ഒരു പോയിന്റുകളൊന്ന് പറഞ്ഞു തരുമോ? 25 ആണ് ഫസ്റ്റ് ഗോകുലിന്. ബാക്കി 3 പേർക്ക് ആലിയ മോള്, 2 പേർക്കാണ് ടോജിന്. 2 പേർക്കാണ് ടോജിൻ. 2 പേർക്ക് 20 പോയിന്റ്. പിന്നെ ആഷിനിക്കും ഫയാസ് പി സക്കീറിനും 10 മാർക്ക് വീതം അല്ലേ? 10 മാർക്കാണ്. അപ്പൊ വേണമെങ്കിൽ ടൈ നടത്താമായിരുന്നു. അല്ലെ വേണ്ട, സെക്കൻഡ് പ്രൈസ് 2 പേര്. ടോയിൻ സാറേ, നമുക്ക് വേണമെങ്കിൽ ട്രൈ ബ്രേക്കർ നടത്താം. ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചോ, 2 പേർക്കായിട്ട് ചോദിച്ചോ. ഓക്കെ. 5 ഈക്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം കേട്ടോ. ഓക്കെ.
Okay, okay. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. രണ്ടുപേരെ വിളിക്കൂ. ആലിയ മോൾ ആൻഡ് മഹിത ലക്ഷ്മി, നിങ്ങൾ രണ്ടുപേരും ഈക്വൽ പോയിന്റ്സ് ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പ്ലേസിന് വേണ്ടി ഒരു ചെറിയ മത്സരമാണ്. 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരാൾക്ക് 2 ക്വസ്റ്റ്യൻ വീതം, അങ്ങനെ 4 ക്വസ്റ്റ്യൻ ടോട്ടൽ ചോദിക്കും. ഓക്കെ, ആ ചോദിക്കുന്നതിന് ആരാണോ ആൻസർ പറയുന്നത് അയാളായിരിക്കും വിന്നറായിട്ട് പരിഗണിക്കുക. ആലിയ മോൾ. ഓക്കെ, ആലിയ മോൾ, ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ. ഓപ്ഷൻസ് പറയാം. അറബ്സ്. എന്താ ആൻസർ പറഞ്ഞത്? ഇല്ല സാർ, ഓപ്ഷൻ പറഞ്ഞു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അറബികൾ. അറബ്സ്, ഓപ്ഷൻ ഡി. നെഹ്ല മിസ്, പ്ലീസ് നോട്ട്. റൈറ്റ് ആൻസർ ആണ്, അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ. സാർ, അത് ഇതിലിപ്പോഴേ ഈ 5 റൗണ്ടിന്റെ സ്കോറിന്റെ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൽ ആഡ് ചെയ്താൽ മതിയോ? ആഡ് ചെയ്താൽ മതി, അങ്ങനെ ആഡ് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹിത ലക്ഷ്മിയാണ്. മഹിത ലക്ഷ്മി, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ബി ഡച്ചുകാർ, ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ഡി ഡാനിഷുകാർ. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ബി ഡച്ചുകാർ, ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ഡി ഡാനിഷുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥത്തിന്റെ പേര് ആരാണ് സംഭാവന ചെയ്തത്? ഓപ്ഷൻ എ ഫ്രഞ്ചുകാര്, ഓപ്ഷൻ ബി ഡച്ചുകാര്, ഓപ്ഷൻ സി പോർച്ചുഗീസുകാര്, ഓപ്ഷൻ ഡി ഡാനിഷുകാര്. ഓപ്ഷൻ ബി നെഹ്ല മിസ്, പ്ലീസ് നോട്ട്. റൈറ്റ് ആൻസർ ആണ് ഡച്ചുകാർ. ഓക്കെ സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലിയ മോൾ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആര്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്. ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഓപ്ഷൻസ്: രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ ബാനർജി, ഓപ്ഷൻ സി രാജ് നാരായൺ ബോസ്, ഓപ്ഷൻ ഡി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ ബാനർജി, ഓപ്ഷൻ സി രാജ് നാരായൺ ബോസ്, ഓപ്ഷൻ ഡി ദയാനന്ദ സരസ്വതി. സർ, ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ ബാനർജി. നെഹ്ല മിസ്, പ്ലീസ് നോട്ട്. റൈറ്റ് ആൻസർ. ഓക്കെ സർ. അടുത്തത് മഹിത ലക്ഷ്മി. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായപ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായപ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്:
ഓപ്ഷൻ എ ജഹാംഗീർ, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ഔറംഗസീബ്. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ജഹാംഗീർ, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ഔറംഗസീബ്. ഓപ്ഷൻ ബി അക്ബർ. റൈറ്റ് ആൻസർ. നെഹ്ല മിസ് പ്ലീസ് നോട്ട് റൈറ്റ് ആൻസർ. ഓക്കെ സർ, വീണ്ടും ടൈ ആയല്ലോ. വീണ്ടും ടൈ ആയി. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ പറയും, ഓപ്ഷൻ ഉണ്ടാവില്ല. റൈറ്റ് ആൻസർ അറിയാവുന്നവർക്ക് പറയാം, രണ്ടുപേരില്. ആദ്യം ആര് പറയുന്നു അയാൾക്ക് അല്ലെ, അയാള് വിന്നർ ആവും. സെക്കൻഡ് പ്ലേസിലേക്ക് എടുക്കാം. ഓക്കെ ഓക്കെ. മഹിത ലക്ഷ്മി ആൻഡ് ആലിയ മോൾ, ഓക്കെ സർ. മൈക്ക് ഓൺ ചെയ്ത് വെച്ചോളുക. ക്വസ്റ്റ്യൻസ് പറയും. അപ്പൊ ആൻസർ അറിയാമെങ്കിൽ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. വീഡിയോ ഓൺ ആക്കണം കേട്ടോ രണ്ടുപേരും. ഓണാണ് സർ. ഓക്കെ, രണ്ട് പേരിൽ ആൻസർ ആദ്യം ആര് പറയോ അയാള് വിന്നർ ആവും. ഓക്കെ. ക്വസ്റ്റ്യൻ: വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ച ആരാണ് പറഞ്ഞത്? ആലിയ മോൾ. റൈറ്റ് ആൻസർ ആണ് 30 days. ഓക്കെ. നെഹ്ല മിസ് പ്ലീസ് നോട്ട്. ആലിയ മോൾ ആണ് റൈറ്റ് ആൻസർ പറഞ്ഞത്. 30 days. ഓക്കെ സർ. ഓക്കെ. നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻ വിന്നേഴ്സ്. നല്ല ഹെൽത്തി ആയിട്ട് കോമ്പീറ്റ് ചെയ്തു. പ്രണവ് സാറേ, ഫസ്റ്റും സെക്കൻഡും ഒന്ന് ജസ്റ്റ് അനൗൺസ് ചെയ്യോ? ഫസ്റ്റ് ഗോകുൽ കൃഷ്ണ, സെക്കൻഡ് പ്ലേസ് ആലിയ മോൾ, തേർഡ് പ്ലേസ് മഹിത ലക്ഷ്മി. കൺഗ്രാറ്റുലേഷൻ ആലിയ മോൾ. ഇപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷനും കൂടി കഴിഞ്ഞു. സെക്കൻഡ് പ്രൈസിലേക്കുള്ള ഒരു മത്സരം കൂടി നടന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. ഭയങ്കര ടൈ ആയിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ. പറഞ്ഞു സാറേ. വിജയൻ സാറേ, എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ വിജയൻ സാർ. ഓക്കെ. ടോജിൻ സാർ, വിന്നേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ മെയിൽ ചെയ്യുന്നതായിരിക്കും. വിന്നർ സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടും. ക്യാഷ് പ്രൈസും ഉടനെ തന്നെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു വെരി മച്ച് ടു ഓൾ. താങ്ക് യു. താങ്ക് യു.